സുബ്ഹാനല്ലാഹ്, ശവ്വാല് മാസത്തിൽ നമുക്ക് അനുസ്മരിക്കാൻ എത്ര മഹാന്മാരുണ്ട്. ഉഹദ് ശുഹദാക്കൾ ഏറ്റവും ടോപ്പിലുള്ള മഹാന്മാര് തന്നെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ അവരെപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ട്. മരിച്ചാലും വിടാൻ പറ്റൂല ശുഹദാക്കളെ. സ്വർഗത്തിലെത്തിയാലും വിടാൻ പറ്റൂല. സ്വർഗത്തിലെത്തിയാൽ എന്റെ റബ്ബ് എന്നോട് ചോദിക്കും, എവിടെയാണ് ഇടം വേണ്ടത്? ഞാൻ എന്റെ ചോയ്സ് റബ്ബിനോട് പറയും, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് എവിടെയാണ്? മഹാന്മാരായ ഉഹദ് ശുഹദാക്കൾ എവിടെയാണ്? അവരുള്ളയിടത്ത് വേണം എനിക്ക് സ്വർഗത്തിൽ എന്റെ ഭവനങ്ങൾ, എന്റെ തോട്ടങ്ങൾ എന്ന് എന്റെ റബ്ബിനോട് ഞാൻ പറയുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. മഹാത്മാക്കൾ, ഇതിഹാസ പുരുഷന്മാർ, അവർ നമുക്ക് വല്ലതുമൊക്കെ തന്നാലോ അതേറ്റവും വലിയ സായുജ്യവും സാഫല്യവുമാണ്. 2500 കൊല്ലം മുമ്പ് ഖബറിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം മെല്ലെ വന്നങ്ങനെ ഇമാം ബുഖാരി എന്ന ചെറിയ കുഞ്ഞിന് കണ്ണിന് കാഴ്ച കൊടുത്തില്ലേ? ഇത് മുസ്ലിം ലോകം ഏതാണ്ട് അങ്ങനെ രേഖപ്പെടുത്തി വെച്ച് ഉൾക്കൊള്ളുന്ന മഹാസത്യമല്ലേ? മഹത്തുക്കളുടെ വരദാനങ്ങൾ, വലിയ സംഭവ വികാസങ്ങൾ ശരീഅത്തുൽ ഇസ്ലാം എത്ര നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ഉറപ്പിച്ചു പറഞ്ഞു, കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക. ഖൈറിന്റെ അഹ്ലുകാർക്ക് പല വരദാനങ്ങളും അല്ലാഹു കൊടുക്കുന്നുണ്ട്. ശർറിന്റെ അഹ്ലുകാരായ ദജ്ജാൽ, സാഹിരീങ്ങൾ, ചാത്തന്മാര്, അതേപോലെ പല പിശാചുക്കൾ, അവർക്കെല്ലാം തന്നെ പല കഴിവും അല്ലാഹു കൊടുക്കുന്നുണ്ട്. വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ. ഇതൊന്നും ഇല്ല എന്നാരും പറയണ്ട, അതെല്ലാം ഉള്ളതാണ്, അതെല്ലാം അല്ലാഹു കൊടുക്കുന്നതാണ്. അപ്പോ പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞാലും ശിർക്ക് വരൂല. അത് ഏത് രൂപത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചോദിച്ചാലും ഒന്നും ശിർക്ക് വരാനില്ല. കാരണം അതാഉ റബ്ബിക കുല്ലൻ നുമിദ്ദു ഹൗലാഇ നുമിദ്ദു മദദ്. അതാഉ 3-4 തവണ ഈ കലിമത്തുകൾ ആവർത്തിച്ച ആയത്താണ്. അഹ്ലുസുന്നത്തിന്റെ ഒരു പ്രവർത്തകനും ചുവട് തെറ്റില്ല, പറഞ്ഞതു മാറിപ്പോകില്ല. ശിർക്കിന്റെ ലാഞ്ചന പോലും ഈ കലിമത്തിൽ എവിടെയും വന്നു ചേരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ അഹ്ലുസുന്നത്തിന്റെ ശരിയായ ശീലങ്ങൾ നമുക്ക് അല്ലാഹു നിലനിർത്തി തരട്ടെ. ശവ്വാൽ മാസത്തിൽ അനുസ്മരിക്കാനുണ്ട് ഹുനൈൻ ശുഹദാക്കൾ 4 പേരെ ഉള്ളൂ. ഹുനൈനിൽ പങ്കെടുത്തവർ 12,000 പോരാളികൾ. ആ ഹുനൈനിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അൻസലല്ലാഹു സകീന, അവർക്ക് അല്ലാഹു വലിയ പവർ നൽകി. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ അതിലെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. ഹുനൈൻ യുദ്ധത്തിന് പോയപ്പോ സ്വഹാബത്തിന് ആദ്യത്തെ റൗണ്ട് പാളിപ്പോയി. അല്ലാഹു അവരെ കണക്കിന് ശകാരിച്ചു. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, തോറ്റു മണ്ടിയില്ലേ? ഹുനൈനി യുദ്ധത്തിൽ സ്വഹാബത്തിന് പാളിച്ച പറ്റിപ്പോയി. അവരാദ്യം തോറ്റു. സുബ്ഹാനല്ലാഹ്. മക്ക ഫതഹിനും ശേഷമുള്ള സംഭവമാണ്. സ്വഹാബത്ത് തോൽക്കുന്നത് അചിന്ത്യമാണ്. 12,000 സ്വഹാബിമാര് പങ്കെടുത്ത യുദ്ധമാണ്. ഇന്നേതായാലും ആള് കുറഞ്ഞിട്ട് നമ്മൾ തോൽക്കൂല എന്ന് പറഞ്ഞത് സയ്യിദുന അബൂബക്രിൻ സിദ്ദീഖ് തങ്ങളാണത്രേ.
എന്നിട്ടും സുമ്മ വല്ലൈതും മുദ്ബിരീൻ, നിങ്ങളെ ചുവട് തെറ്റിയില്ലേ. ലാഖത്ത് അലൈഹിമുൽ അർളു ബിമാ റഹബത്ത്, വിശാലമായ ഭൂമിയിൽ മണ്ടാൻ നിങ്ങൾക്ക് സ്ഥലം തികഞ്ഞില്ലല്ലോ. അള്ളാഹുവിന്റെ സൂചനയും ചോദ്യവുമുണ്ട് ഖുർആനില്. പിന്നെന്തേ സംഭവിച്ചത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം കഴുതയോട് പറഞ്ഞു, ഇൽബദീ, നീ നല്ല മണ്ണിലേക്ക് അമർന്ന് നിൽക്ക്. ആ കഴുത മണ്ണിലേക്ക് അമർന്നങ്ങ് നിന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലത്തു നിന്നൊരു പിടി മണ്ണ് വാരി. ആ ഒരു പിടി മണലില് സൂറത്തു യാസീന്റെ ആദ്യത്തെ ആയത്തുകൾ ഓതിയ ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, ഓതുകയാണ്, ഊതുകയാണ്, ചുഴറ്റി ഒരേറ് എറിയുകയാണ്. സകല ശത്രുവിന്റെയും കണ്ണുകളിൽ ആ മണൽത്തരികൾ അതാത് സമയത്തു തന്നെ അങ്ങ് കൃത്യം പതിക്കുകയാണ്. ഇത് ഒരു ഏറല്ല, ഒന്നൊന്നൊന്നൊന്നര ഏറാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ, എറിഞ്ഞത് നിങ്ങളാണെങ്കിലും സത്യത്തിൽ അതിന്റെ ആള് നിങ്ങളല്ല, ഞാനങ്ങ് എറിയിച്ചു തന്നതാണ്. നോക്കിക്കോ, റിസൾട്ട് കണ്ടോ. അള്ളാഹു പലയിടത്തും പറഞ്ഞ പോലെ പണ്ട് കൊല്ലാൻ വേണ്ടി വളഞ്ഞപ്പോ അങ്ങനെ മണ്ണെറിഞ്ഞു രക്ഷപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി 12,000 അനുയായികൾക്കും കാലിടറിയപ്പോൾ ഇടറാതെ അങ്ങനെ തണ്ടുറപ്പോടെ നിന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സൂറത്തു യാസീന്റെ ആയത്തോതി ശരിക്കും ഇങ്ങ് എറിഞ്ഞപ്പോ എല്ലാരെ കണ്ണിലും ആ ഇത്തിരി സമയം കൊണ്ട് സ്വന്തം സേനയെ തിരിച്ചു വിളിച്ച മുഹമ്മദ് മുസ്തഫ ആ കഴുതപ്പുറത്ത് തന്നെ മുന്നോട്ട് നീങ്ങിയിട്ട് അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ ഓടൂലടാ, ഞാൻ നബിയാണ്, അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് ഞാൻ എന്ന് പറഞ്ഞ് രംഗത്തു വന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. യാസീന് വെറുതല്ല എന്ന് മനസ്സിലായി. അള്ളാഹു സൂറത്ത് യാസീന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ആ യാസീൻ കാലാകാലം ഖബറിൽ ആസ്വദിക്കുന്ന, അനുഭവിക്കുന്ന, രുചിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. 83 ആയത്താണ്. വിശദമായി എണ്ണിയാൽ 1000 കലിമത്താണ്. ആ യാസീൻ അല്ലാഹ് കബൂലാക്കിയാൽ ആ യാസീന്റെ ശേഷം ഒരു ദുആ ഉണ്ട്. ആ ദുആയും അല്ലാഹ് കബൂലാക്കിയാൽ ബാപ്പാക്ക്, ബാപ്പാന്റെ ബാപ്പാക്ക്, ഉസ്താദിന്, ഉസ്താദിന്റെ ഉസ്താദിന്, നീ ദുആയിൽ ആരെയൊക്കെ ചേർത്തുവോ അവർക്കെല്ലാവർക്കും 1000 സമ്മാന പൊതികൾ അല്ലാഹു എത്തിക്കുമെന്ന് സയ്യിദുനൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ അഹ്ലുസുന്നത്തിന്റെ നടപ്പുശീലങ്ങൾ നമ്മൾ തൽക്കാലം CM വലിയുള്ളാഹ് യാസീൻ ഓതാൻ ഒരുമിച്ച് കൂടിയവരാണ്. അല്ലാഹ് കബൂലാക്കട്ടെ. അതിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാ ശർറിൽ നിന്നും റബ്ബ് നമ്മളെ സലാമത്താക്കി തരട്ടെ.